സോ നമ്മൾക്ക് ഇന്ന് മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ എടുക്കാം. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഓർ ഒറിജിനൽ കോസ്റ്റ് ഓർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയും. Under this method, a fixed percentage on original cost of the asset is charged every year by way of depreciation. Hence, it is called original cost method. ഈ ഒരു മെത്തേഡിൽ ഫിക്സഡ് ഒരു ഒറിജിനൽ കോസ്റ്റിൻ്റെ മുകളിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജാണ് നമ്മൾ ഇയറിൽ എന്ത് ചെയ്യുക, ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിപ്രിസിയേറ്റ് ചെയ്ത് കളയാം. അതുകൊണ്ടാണ് ഇത് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നറിയപ്പെടുന്നത്. As the amount of depreciation remains equal all years or the useful life of an asset, it is also called fixed installment method. ഈ ഡിപ്രിസിയേഷൻ മെത്തേഡിൽ നമ്മൾ ഓരോ കൊല്ലം ഡിപ്രിസിയേഷൻ കൊടുക്കുന്ന എമൗണ്ട് എന്നുള്ളത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിന് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. When the amount of depreciation charged over its life is plotted on a graph and points are joined together, the graph will show horizontal straight line. Hence it is called straight line method. അതായത് ഗ്രാഫിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ ലൈഫിലുള്ള ഡിപ്രിസിയേഷൻ എമൗണ്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് സ്ട്രൈറ്റ് ലൈൻ, നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടും. സോ ദാറ്റ് വൈ ഇറ്റ് ഇസ് കോൾഡ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ആൻഡ് ദിസ് മെത്തേഡ് ഇസ് suitable for those assets the useful life of which can be estimated accurately and which do not require much expense on repairs and renewals. ഈ മെത്തേഡ് എങ്ങനെയുള്ള അസറ്റ്സാണ് സൂട്ടബിൾ ആയിട്ട് വരുന്നത്? അതായത് യൂസ്ഫുൾ ലൈഫ് നമുക്ക് കറക്റ്റ്ലി അല്ലെങ്കിൽ അക്യുറേറ്റ്ലി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള അസറ്റിനാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക. അതുപോലെ തന്നെ അധികം റിപ്പേഴ്സും റിന്യൂവൽസിലൊന്നും അധികം എക്സ്പെൻസസ് വരാത്ത അസറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ അസറ്റ്സിനാണ് യൂസ്ഫുൾ ലൈഫ് അക്യുറേറ്റ്ലി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം. അതിൽ റിപ്പേഴ്സിനും റിന്യൂവൽസിനും മുകളിൽ മാക്സ് എക്സ്പെൻസസ് വരാത്ത അസറ്റ്സിനാണ് ഈ ഒരു ടൈപ്പ് കുറച്ചുകൂടി നന്നായിട്ട് വരിക. അണ്ടർ ദിസ് മെത്തേഡ് ദ ഫോളോയിങ് ഫോർമുല ആർ യൂസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ആൻഡ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ റെസ്പെക്റ്റീവ്ലി. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫോർമുല. നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് ഡിപ്രിസിയേഷൻ കാണുന്നത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ പെർ ഇയർ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിഡുവൽ വാല്യൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ് ഇൻ ഇയേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, എമൗണ്ട് ഓഫ് depreciation per year equal to original cost of the asset minus estimated scrap value by estimated useful life of the asset in years. Then rate of depreciation എന്ന് പറയുമ്പോൾ amount of depreciation per year by original cost into 100. Amount of depreciation per year by original cost into 100. So let's take an example. First one, on 1st January 2012, a firm purchased a machine at cost of rupees 1,10,000. Its life was estimated to be 10 years with scrap value of rupees 10,000. The amount depreciation to be charged at the end of each year is. So നമുക്ക് കോസ്റ്റ് ഓഫ് അസറ്റ് തന്നിട്ടുണ്ട് 1,10,000 ആണ്. റെസിഡുവൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ നമുക്ക് തന്നിട്ട് 10,000 rupees ആണ്. പിന്നെ എന്താണ് ലൈഫ് അതാണ് 10 years തന്നിട്ടുണ്ട്. സോ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ പെർ ഇയർ ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ മൈനസ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ് ഇൻ ഇയേഴ്സ്. ദാറ്റ് മീൻസ് 1,10,000 minus 10,000 divided by 10. That means rupees 10,000 per year. What are the merits of fixed installment system or original cost method or straight line method? First one, it is simple and easy to understand. Depreciation method വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. Computation of depreciation under this method is very simple and easy to understand. Second, equality of depreciation burden. Under this method, equal amount of depreciation is debited to profit and loss account each year. Hence, the burden of depreciation on the profit of each year is equal. നമ്മൾ പറഞ്ഞ ഈ ഒരു മെത്തേഡ് പ്രകാരം ഓരോ ഇയറും ഈക്വൽ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത്. സോ പ്രോഫിറ്റിലോട്ട് വരുന്ന ബർഡൻ ഓഫ് ഡിപ്രിസിയേഷൻ എന്നുള്ളത് ഓരോ ഇയറും എന്താണ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ട കോംപ്ലിക്കേഷൻ പ്രോസസ്സ് ഒന്നുമില്ല അല്ലേ. ദെൻ അസറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി റിട്ടൺ ഓഫ്. അണ്ടർ ദിസ് മെത്തേഡ് ദ ബുക്ക് വാല്യൂ ഓഫ് എൻ അസറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു 0 if there is no scrap value or the scrap value at the end of useful life. അസറ്റ് അക്കൗണ്ട് ക്യാൻ കംപ്ലീറ്റ്ലി റിട്ടൺ ഓഫ്. ഇതിൻ്റെ ഒരു യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നതായിരിക്കും, ബുക്ക് വാല്യൂ ഓഫ് എൻ അസറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് ചെയ്യും. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ റെഡ്യൂസ് ചെയ്യും അതിൻ്റെ വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എങ്കിൽ 0 നമ്മളത് റെഡ്യൂസ് ചെയ്യും. suitable for asset having a fixed working life. നമ്മൾ ഓൾറെഡി പറഞ്ഞു ദിസ് മെത്തേഡ് is appropriate for the fixed asset having certain fixed period of working life. In such cases the estimation useful life is easy. In turn it help easy determination of the rate of depreciation. ഇനി ലിമിറ്റേഷൻസ് എന്താണ്? It ignore the actual use of the asset അല്ലേ. Under this method, the fixed amount of depreciation is provided on each asset by applying the predetermined rate of depreciation on its original cost
ബട്ട് ദ ആക്ച്വൽ യൂസ് ഓഫ് ദ ആസറ്റ് ഇസ് നോട്ട് കൺസിഡറിങ് ആൻഡ് കമ്പ്യൂട്ടേഷൻ ഡിപ്രിസിയേഷൻ. എന്താണ് ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ എന്താണ് ഫിക്സഡ് എമൗണ്ട് ഡിപ്രിസിയേഷൻ ഫിക്സഡ് റേറ്റിൽ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ വർഷവും അല്ലേ. ബട്ട് അങ്ങനെ ആ ഒരു എല്ലാ വർഷവും ഓരോ ഡിപ്രിസിയേഷൻ എമൗണ്ട് തന്നെ പ്രാക്ടിക്കലി വരില്ലല്ലോ. അതായത് ഓരോ വർഷം നമ്മൾ ഓരോ യൂസാണ് വരുന്നത്, അതിനനുസരിച്ച് ഡിപ്രിസിയേഷൻ എമൗണ്ട് മാറും. പക്ഷെ ഇവിടെ അങ്ങനെ കൊടുക്കുന്നില്ല. ഇവിടെ ആക്ച്വൽ യൂസ് ഓഫ് അസറ്റിനെ ഇഗ്നോർ ചെയ്ത് എല്ലാ കൊല്ലം ഒരേ എമൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ളൊരു ഇതല്ല വരിക. Then ignore the interest factor. This method doesn't take into account the loss of interest on the amount invested in the asset. Thus, the amount would have earned interest had it been invested outside the business is not considered. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അസറ്റിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, കണക്കാക്കുന്നില്ല. അതായത് ഈ ഒരു എമൗണ്ട് വേറെ എവിടെയെങ്കിലുമാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് ലഭിക്കുമായിരുന്നു. ആ ഒരു സൈഡ് ഈ ഒരു മെത്തേഡ് കൺസിഡർ ചെയ്യുന്നില്ല. Total charge of the asset will be more than the asset becomes older. With the passage of time, the cost of maintenance of an asset goes up. Hence, the amount of depreciation and cost of maintenance put together is less in the initial period and goes up year after year, but this method is not considered this. അതായത് നോർമലി ഒരു അസറ്റിന് ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് 2-3 ഇയേഴ്സിൽ റിപ്പയേഴ്സൊക്കെ എന്തായിരിക്കും, കമ്മിയായിരിക്കും. പക്ഷേ ലാസ്റ്റ് ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ റിപ്പയേഴ്സ് കൂടുതലായിരിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡിൽ എന്താണ്, അതൊന്നുമില്ല. എല്ലാ കൊല്ലം ഒരേ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷനാണ് കണക്കാക്കുന്നത് അല്ലേ. അതായത് കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഒരു അസറ്റിൽ കൂടും. ആ ഒരു കോൺസെപ്റ്റ് ഈ ഒരു മെത്തേഡ് കൺസിഡർ ചെയ്യുന്നില്ല. സോ ട്രൂ വാല്യൂ ഓഫ് അസറ്റ് അല്ല ഈ ഒരു മെത്തേഡ് പ്രകാരം വരുന്നത്. Then difficulty in determination of scrap value. It may be quite difficult to assess the true scrap value of asset after a long period of say 10 or 5 years after the date of installation. അതുപോലെ തന്നെ നമുക്ക് ഒരു അസറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് 10 or 15 ഇയേഴ്സിലോട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രാപ്പ് വാല്യൂ ഇപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള കാര്യമാണ്. അപ്പോൾ ദിസ് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തഡ്. എന്തൊക്കെയാണ് മെറിറ്റ്? സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. Equality of depreciation burden. Asset can completely written off. Suitable for asset having fixed അല്ലെങ്കിൽ estimate fixed working life. Limitation: ignore the actual use of asset. Ignore the interest factor. Total charge on the asset will be more than the asset become older. Difficulty in determination of scrap value. Suitability: straight line method of depreciation is suitable in case of fixed asset in respect of which useful life can determine and maintenance and repair cost is same throughout the life of the asset. Already പറഞ്ഞതാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ റേറ്റും കാൽക്കുലേറ്റ് ചെയ്യണം ഫ്രം ദ ഫോളോയിങ് ബൈ യൂസിങ് സ്ട്രൈറ്റ് ലൈൻ മെത്തഡ്. എന്താണ് സ്ട്രൈറ്റ് ലൈൻ മെത്തഡ് യൂസ് ചെയ്തിട്ട്. ആൾസോ ഗീവ് ദ ജേണൽ എൻട്രീസ് ഫോർ ദ ഫസ്റ്റ് 2 ഇയേഴ്സ്. ഫസ്റ്റ് 2 ഇയേഴ്സിന് ജേണൽ എൻട്രീസും പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദ ബുക്സ് ആർ ക്ലോസ്ഡ് on 31st December every year. അപ്പോൾ January 1st, 2016 പേയ്മെൻറ്റ് ടു വെൻഡർ ഫോർ പർച്ചേസ് ഓഫ് മെഷീനറി ₹1 lakh. പർച്ചേസ് ഓഫ് മെഷീനറി, അപ്പോൾ എത്ര മെഷീനറിയുടെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 1 lakh. ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് ₹1000. ദ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ₹9000. എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ദ എൻഡ് ഓഫ് ലൈഫ് ₹5000. എസ്റ്റിമേറ്റഡ് ലൈഫ് 10 years ആണ്. സോ നമുക്ക് എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ കാണാം. എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് അല്ലേ. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ അസറ്റ് എത്ര വരുന്നുണ്ട്? 1 lakh പ്ലസ് 1000. എസ്റ്റിമേറ്റഡ് അല്ല, കോസ്റ്റ് ഓഫ് ദ അസറ്റ് എത്ര വരും? 1 lakh വരും പർച്ചേസ് പ്രൈസ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ടുള്ള 1000. ദെൻ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ആയിട്ടുള്ള 9000. സോ 1,10,000. 1,10,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ ആയിട്ടുള്ള 5000 ബൈ എത്രയാണ് യൂസ്ഫുൾ ലൈഫ്? 10 years. അപ്പോൾ 1,05,000 ഡിവൈഡ് ബൈ 10,500 ആണ് ഒരു ഇയറിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ എൻട്രീസ് കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് ഇതിൻ്റെയൊക്കെ എൻട്രീസ് വരിക? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. 2016 January 1 നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻട്രി ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മെഷീനറി അക്കൗണ്ട് ഇട്ട് 1 lakh ടു ബാങ്ക് അക്കൗണ്ട് 1 lakh. അതുപോലെ തന്നെ അതിന് വന്ന കോസ്റ്റ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കോസ്റ്റ് എല്ലാം അസറ്റ് അക്കൗണ്ടിലോട്ടാണ് കാണിക്കേണ്ടത്. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെഷീനറി അക്കൗണ്ട് ഇട്ട് 10,000 ടു ബാങ്ക് അക്കൗണ്ട് ഇട്ട് 10,000. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്
incurred on purchase of machinery. ഇനി നമുക്ക് ഡിപ്രിസിയേഷനും കൂടി കാണിക്കേണ്ട. ഡിപ്രിസിയേഷൻ ഡെബിറ്റ് ചെയ്യണം ചെയ്യുക. കാരണം ഡിപ്രിസിയേഷൻ വരുമ്പോൾ മെഷീനറി അക്കൗണ്ടിൻ്റെ വാല്യൂ കമ്മിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെഷീനറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. അതായത് നമ്മൾ ഡിപ്രിസിയേഷൻ എപ്പോഴും കണക്കാക്കുക എൻഡ് ഓഫ് ദി ഇയർ ആണ് കണക്കാക്കുക കേട്ടോ. December 31st ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട് 10,500. ഇനി നമ്മൾ ആ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിനെ എവിടേക്ക് മാറ്റിയിട്ട് ക്ലോസ് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോട്ട് മാറ്റുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 10,500 ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 10,500. ദെൻ നെക്സ്റ്റ് 2 ഇയറിലായിട്ട് കാണാൻ പറഞ്ഞിട്ട് നമ്മൾക്ക് ഡിപ്രിസിയേഷൻ എൻട്രി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ 2017 December 31st ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ എൻട്രി ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട് 10,500. Then December 31st profit and loss account debtor to depreciation ക്ലോസ് ചെയ്യണം നമ്മൾ 10,500 to 10,500. ഇത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉണ്ടെന്നാൽ 2 വർഷം ഈക്വൽ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ആയിരിക്കും കൊടുക്കുക. മറ്റു മെത്തേഡുകൾ ഇങ്ങനെയല്ല. ഓക്കെ, ഇനി ഓരോ എക്സാമ്പിൾ കൂടി നോക്കാം. രാമു ബ്രദേഴ്സ് പർച്ചേസ്ഡ് എ മെഷീൻ on 1st July 2016 at the cost of rupees 40,000. 40,000 purchase price and spent rupees 1,000 on installation. അപ്പോൾ എത്ര വരും? ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് 40,000 പ്ലസ് 1,000 ഈക്വൽ ടു 15,000 ആണ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് വരിക. ദ ഫേം റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് എവറി ഇയർ. 10% ആണ് എല്ലാ കൊല്ലം എന്തെങ്കിലും ഡിപ്രിസിയേഷൻ ആയിട്ട് റിട്ടേൺ ചെയ്യുന്നത്. ദ ബുക്സ് ആർ ക്ലോസ് on 31st December every year. Give journal entries and prepare machinery account and depreciation account for 2 years. 2 ഇയേഴ്സിനുള്ള മെഷീനറി അക്കൗണ്ടും ഡിപ്രിസിയേഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മൊത്തത്തിലുള്ള കോസ്റ്റ് ഓഫ് ദ അസറ്റ് 15,000 ആണ്. അതിന് 10% നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്തിയും 10% വരെ 15,000 ഇൻറ്റു 10% 1,500 ആണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. പക്ഷെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവർ ഈ ഒരു അസറ്റ് വാങ്ങിയിരിക്കുന്നത് 1st ജൂലൈയിലാണ്. നമുക്ക് പറഞ്ഞ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st ഡിസംബറാണ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് 1st ജനുവരിയിലായിരിക്കും. പക്ഷേ അസറ്റ് വാങ്ങുന്നത് ജൂലൈയിലാണ്. അതായത് ജൂലൈ ഏതാണ് മാസം? 6th 6ാമത്തെ മാസമാണ്. അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ ആ ഒരു അസറ്റ് ജൂലൈ തൊട്ട് ഡിസംബർ വരെ, അതായത് 6 മാസമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ ചേഞ്ച് വരും? എങ്ങനെ വരും? 50,000 ഇൻറ്റു 10% ഇൻറ്റു 6/12. 6 മാസം 12 മാസത്തിൽ 12 മാസം ഒരു വർഷം. ആ 12 മാസത്തിൽ 6 മാസത്തിനുള്ള ഡിപ്രിസിയേഷനെ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ഫസ്റ്റ് ഇയറിൽ കേട്ടോ. അതായത് എത്ര വരും? 750 വരും. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ 2016 July 1st നമ്മൾ മെഷീനറി വാങ്ങുന്നു. So machinery account debtor 14,000 to bank account 40,000 machinery bought. Then same date la July 1st നമുക്ക് installation charge വരുന്നുണ്ട്. That means machinery account debtor to bank account 1,000 rupees. Then നമ്മൾ എൻഡിലോട്ട് വരുന്നു. എൻഡ് ഓഫ് ദി ഇയർ ആണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് 6 month യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 6 month ഡിപ്രിസിയേഷൻ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. December 31st ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 750 ടു മെഷീനറി അക്കൗണ്ട് എത്ര വാല്യൂ കമ്മിയാൻ പാടുള്ളൂ? 750 കമ്മിയായി. ദാറ്റ് മീൻസ് 15,000 ഇൻറ്റു 10% ഇൻറ്റു 6/12 ഡിപ്രിസിയേഷൻ പ്രൊവൈഡഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്രിസിയേഷൻ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ആ കൊല്ലത്തിൽ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രിസിയേഷൻ 750. ദെൻ നെക്സ്റ്റ് ഇയർ 2017 December 31st. പക്ഷേ അവിടെ എങ്ങനെ ഡിപ്രിസിയേഷൻ കാണണം? ആ കൊല്ലം മൊത്തം ഡിപ്രിസിയേഷൻ ഉണ്ട് കേട്ടോ. കാരണം ആ കൊല്ലം മൊത്തം അസറ്റ് ആ ബിസിനസ്സിലുണ്ട്. സോ ഫുൾ എമൗണ്ട് ഡിപ്രിസിയേഷൻ കാണണം. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് 15,000 to 10% 1,500 ടു മിഷനറി അക്കൗണ്ട് 1,500. ആൻഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 1,500 ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട് 1,500. ഇനി നോക്കൂ, ഇതിൻ്റെ ലെഡ്ജർ നോക്കൂ. അപ്പോൾ മെഷീനറി അക്കൗണ്ടും ഡിപ്രിസിയേഷൻ അക്കൗണ്ടും നമ്മൾ 2 ഇയേഴ്സിനത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ആക്ച്വലി ഇതിന് യൂസ്ഫുൾ ലൈഫിന് മൊത്തം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് 2 ഇയേഴ്സിന് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് മാത്രം അതിനോട് പറഞ്ഞിട്ട് മാത്രം നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെഷീനറി അക്കൗണ്ടിൽ ആദ്യം എന്ത് ചെയ്യണം? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ എൻട്രി ഉണ്ടായിരുന്നത്. സോ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 2016 July 1st ടു ക്യാഷ് അക്കൗണ്ട് 15,000. പിന്നെ അതേ ആ ഇയറിൽ വരുന്ന മറ്റൊരു എൻട്രി എന്തായിരുന്നു? ലാസ്റ്റിൽ വരുന്ന ഡിപ്രിസിയേഷൻ എൻട്രിയാണ്. 2016 December 31st by depreciation account 750.
പിന്നെ അത് ബാലൻസ് ചെയ്യുമ്പോൾ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 14,250. സോ നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് 2017 January 1st to balance brought on 4,250. Then ആ ഇയർ ലാസ്റ്റ് 2017 December 31 ബൈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 1,500 rupees ഉണ്ട്. സോ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 12,750. നെക്സ്റ്റ് ഇയർ 2018 January 1st ടു ബാലൻസ് ബോർഡ് ഓൺ 12,750. ഇതേ ലെവലിൽ നിങ്ങൾ ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്രയായിരുന്നു ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓക്കെ, അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് നമ്മൾ എത്ര പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ട് 10 years യൂസ്ഫുൾ ലൈഫിന് ഫസ്റ്റ് എടുത്ത് ഇതുപോലെ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ വരുമ്പോൾ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂവിലേക്കായിട്ട് ആ ഒരു മെഷീനറിയുടെ എമൗണ്ട് വാല്യൂ ചുരുങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊത്തം ചെയ്യുകയാണെങ്കിൽ. ഈ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്താണ്? ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ ലാസ്റ്റ് ഡേറ്റിൽ എന്ത് വരും? ഒരു മെഷീനറി അക്കൗണ്ടിലോട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നമ്മൾ എവിടേക്ക് മാറ്റുന്നുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റുന്നുണ്ട്. സോ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 750 കാണിക്കുന്നു. നെക്സ്റ്റ് ഇയറിൽ കാണിക്കുന്ന ഫുൾ എമൗണ്ടിൽ 1,500 കാണിക്കുന്നു. ഓക്കെ, നമുക്ക് ഓരോ എക്സാമ്പിളും നോക്കാം. ആനന്ദ് ബോട്ട് എ മെഷീനറി ഫോർ rupees 1 lakh ഓൺ 1st January 2015. ഒരു മെഷീനറി 1 lakh rupees ആനന്ദ് വാങ്ങിക്കുന്നു. ആൻഡ് ഹി ബോട്ട് അനദർ മെഷീൻ വാങ്ങിക്കുന്നുണ്ട് 50,000 rupees ഓൺ 1st October 2017. ഒക്ടോബർ മാസത്തിൽ. അപ്പോൾ ഒക്ടോബർ മാസം വാങ്ങിയാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തിലുള്ള ഡിപ്രിസിയേഷനാണ് ആ അക്കൗണ്ടിൽ വരിക. ഫസ്റ്റ് വാങ്ങുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് വാങ്ങുന്നത് ജൂലൈ മാസമാണ്. അപ്പോൾ 6 months വരും. പർച്ചേസ് അനദർ മെഷീൻ ഫോർ 2,000. സോറി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആനന്ദ് ഫസ്റ്റ് മെഷീനറി വാങ്ങിയത് 1st January 1 lakh. അപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണ് നോക്കൂ? 31st December എവറി ഇയർ ആണ്. അപ്പോൾ ആ ഒരു അസറ്റിന് ഫുൾ ഇയറിലോട്ട് ഡെപ്രിസിയേഷൻ കൊടുക്കണം. ദെൻ ഹി ബോട്ട് അനദർ മെഷീൻ ഫോർ ₹50,000. അതെപ്പോഴാണ് വാങ്ങുന്നത്? 1st July 2016. അപ്പം ആ ഒരു മെഷീനറിക്ക് നമ്മൾ എത്ര കൊടുക്കണം? 6 months ഡെപ്രിസിയേഷൻ കൊടുക്കണം. ദെൻ ഓൺ 1st October 2017 ഹി പർച്ചേസ്ഡ് അനദർ മെഷീൻ ഫോർ ₹20,000. അപ്പോൾ എന്താണ്? 3 മാസം ഡെപ്രിസിയേഷനാണ് കൊടുക്കുക. പ്രിവ്യൂ ഡിപ്രിസിയേഷൻ 10% per annum straight line method. Prepare machinery account for the years 2015 to 2017 by using account by assuming account are closed on 31st December every year. അപ്പോൾ ഇവിടെ നോക്കും വർക്കിംഗ് നോട്ട്. ഡിപ്രിസിയേഷൻ ഫോർ 2000 ഫസ്റ്റ് മെഷീനറി ആയിട്ടുള്ള 1 lakh into 10%, 10,000 വരും. നെക്സ്റ്റ് 1 lakh into 10%, 10,000 വരും ആദ്യത്തെ അസറ്റിന്. ദെൻ സെക്കൻഡ് അസറ്റ് ഫസ്റ്റ് 50,000 into 10% into 6/12. കാരണം 1st July പർച്ചേസ് ചെയ്യുന്നു 2,500. അപ്പോൾ മൊത്തം എത്ര വന്നു? 2016 12,500 വന്നു. ദെൻ 2017 ഒരു 1 lakh into 10% ഇത് ഫസ്റ്റ് വാങ്ങിയ അസറ്റിന്. പിന്നെ സെക്കൻഡ് വാങ്ങിയ അസറ്റിന് 50,000 into 10%, 5,000. തേർഡ് വാങ്ങിയ അസറ്റ് 20,000 into 10% into 3/12, 500. 15,500 വന്നു. ഓക്കെ, ഞാനിതിൽ 2 ഇയറിനുള്ള കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങളിതുപോലത്തെ നല്ലൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് എത്ര ഇയർ ഉണ്ടോ അത്ര ഇയറുള്ള ലെഡ്ജർ അക്കൗണ്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എങ്ങനെ വർക്ക് ആവുന്നു എന്ന് കാണാൻ പറ്റുള്ളൂ. അതായത് ലാസ്റ്റ് ഇയർ എത്തുമ്പോൾ സ്ക്രാപ്പ് വാല്യൂയിലേക്കോ അല്ലെങ്കിൽ സീറോയ്ക്കോ റെഡ്യൂസ് ചെയ്യും. അതായത് ആ എമൗണ്ട് മൊത്തം നമ്മൾ ഡിപ്രിസിയേറ്റ് ചെയ്യും. അങ്ങനെ ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എമൗണ്ട് വെച്ച് നമ്മൾ പുതിയൊരു അസറ്റിനുള്ള ഒരു സോഴ്സ് നമ്മൾ പുതിയ സെറ്റ് വാങ്ങിയിട്ട് ഈ സെറ്റ് റീപ്ലേസ് ചെയ്ത് സോഴ്സ് കണ്ടുപിടിക്കാനുള്ള വാങ്ങുകയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങളത് ഒരു ഫസ്റ്റ് പ്രോബ്ലം ഇല്ലേ, ഞാൻ എസ്റ്റിമേറ്റഡ് ലൈഫ് 10 years പറഞ്ഞത് അതിൻ്റെ ഒരു മെഷീനറി അക്കൗണ്ടും ഡിപ്രിസിയേഷൻ അക്കൗണ്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, 10 years ഉള്ള പ്രിപ്പയർ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് നമ്മൾ 10 yearsലോട്ടുള്ള ഒരു അക്കൗണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലെങ്ങനെയാണ്? ഇതിലൊന്നുമില്ല. ഫസ്റ്റ് January 2015 നമ്മളൊരു ഒരു മെഷീനറി വാങ്ങുന്നു. മെഷീനറി വാങ്ങുമ്പോൾ 1 lakh ആയിരുന്നു. അതിന് ഡിപ്രിസിയേഷൻ സെയിം ഇയറിൽ ലാസ്റ്റ് ഡേറ്റിൽ കൊടുക്കുന്നു. ബട്ട് ഡിപ്രിസിയേഷൻ 10,000 ബൈ ബാലൻസ് ക്യാരി ഓൺ 90,000. ആൻഡ് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ബാലൻസ് ബ്രോഡർ നമുക്ക് 90,000 വരും. പിന്നെ ആ ഇയറിൽ 1st June നമ്മൾ എന്ത് വാങ്ങുന്നു? ഒരു മെഷീനറി വാങ്ങുന്നു 15,000 rupeesന്. അപ്പോൾ മൊത്തം ഡിപ്രിസിയേഷൻ നമ്മൾ ഇതിനും രണ്ടിനുള്ള ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നു. ഫസ്റ്റ് അസറ്റിലുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ ഓൾറെഡി കണക്കാക്കി വെച്ചിട്ട് 10,000 rupees ആണ്.
സെക്കൻഡ് ഇതിനുള്ള ഡിപ്രിസിയേഷൻ എത്രയായിരുന്നു 5000 ആണ് വരുന്നത്. പക്ഷേ 6 months യൂസ് ചെയ്തുകൊണ്ട് 2500. സോ 12,500 ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 1,27,500. നെക്സ്റ്റ് ഇതിലോട്ട് ഡ്രോ ഡൗൺ ചെയ്യുന്നു. 1000 എന്നുള്ളൊരു അസറ്റ് വാങ്ങുന്നുണ്ട്. സോ ടു ബാങ്ക് അക്കൗണ്ട് 20,000. ബൈ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഫസ്റ്റ് അക്കൗണ്ട് 10,000, സെക്കൻഡ് അക്കൗണ്ട് 5,000, സെക്കൻഡ് അസറ്റിൻ്റെ 5,000, തേർഡ് അസറ്റിന് 20,000 ഇൻറ്റു 10% 2,000 ആണ് വരേണ്ടത്. പക്ഷേ അതിൻ്റെ 3/12 നമ്മൾ എടുക്കുന്നുള്ളൂ. സോ മൊത്തം 50,500. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 1,32,000. അങ്ങനെ ബ്രോഡ് ഓൺ ചെയ്ത് വരണം. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ എടുത്തിട്ട് ഫുള്ള് നിങ്ങൾ 10 yearsനുള്ള ഒരു മെഷീനറി അക്കൗണ്ടും ഒരു ഡിപ്രിസിയേഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണേ. എന്തായാലും എത്രയും പ്രിപ്പയർ ചെയ്യണം, മസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇത്രയാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്.